കേൾക്കുവാൻ വേണ്ടിയാണ് നമ്മൾ കൂടിയിരിക്കുന്നത്. ഇന്ന് പകൽക്കാലത്തിലെ 32-ാം സങ്കീർത്തനത്തിലൂടെ ദൈവാത്മാവ് നമ്മോട് സംസാരിക്കുന്നത്, അതിൻ്റെ മുഖവരെ എഴുതിയിരിക്കുന്നത് ദാവീദിൻ്റെ ഒരു സങ്കീർത്തനം എന്നാകുന്നു. ദാവീദ് രാജാവിനെ കുറിച്ച് നമ്മൾ നോക്കിയാൽ, ദാവീദ് ആരായിരുന്നു? ഇസ്രായേലിന്റെ 2ാമത്തെ രാജാവായിരുന്നു. എന്നാൽ ഇസ്രായേലിന്റെ 1ാമത്തെ രാജാവായിരുന്നു ശൗല്. ഇസ്രായേലിന്റെ 2ാമത്തെ രാജാവ് ദാവീദ്. എന്നാൽ നമ്മുടെ യഥാർത്ഥമായ രാജാവ് ആരാകുന്നു? യേശു. നമ്മുടെ ഹല്ലേലൂയ രാജാവ്, സൈന്യങ്ങളുടെ യഹോവ, അവനാകും നമ്മുടെ രാജാവ്. സൈന്യങ്ങളുടെ യഹോവയാകുന്നു നമ്മുടെ രാജാവ്. അവന്റെ പുത്രനാകുന്ന ക്രിസ്തു അവന്റെ രാജ്യത്വം പ്രാപിച്ചിരിക്കുന്നു. അവന്റെ സർവ യഹോവയായ ദൈവമാകുന്ന രാജാവിന്റെ അനുഗാമിയായിട്ട്, ഹല്ലേലൂയ, അവനെ അനുഗമിപ്പാനായി അവന്റെ പുത്രനാകുന്ന ക്രിസ്തു ഈ ലോകത്തിൽ രാജ്യത്വം പ്രാപിച്ചിരിക്കുകയാണ്. അവനാകുന്നു നമ്മുടെ രാജാവ്. എങ്കിലും ഇസ്രായേൽ മക്കൾ അവരുടെ ആത്മീക ജീവിതത്തിൽ, അവരുടെ ഭൗതിക ജീവിതത്തിൽ ഇസ്രായേലിനെ ദൈവം തെരഞ്ഞെടുത്തത്, ഇസ്രായേലിനെ പ്രത്യേകാല് ലോകത്തിന്റെ നടുവിൽ നിന്ന്, ലോകജാതികളുടെ നടുവിൽ നിന്ന് തെരഞ്ഞെടുത്തത് ഈ ദൈവത്തെ ആരാധിപ്പാനായിട്ടാണ്. ഇസ്രായേലിനെ തെരഞ്ഞെടുപ്പാനായി തീർന്നത്. ഹല്ലേലൂയ. എന്നാൽ ഇസ്രായേൽ മക്കളെ ദൈവമാകുന്ന രാജാവ്, പഴയ നിയമം വായിക്കുമ്പോൾ കുറെ കാലമൊക്കെ ദൈവം തന്നെ നേരിട്ട് ഭരണം ചെയ്യുവാനിടയിൽ തീർന്നു. ദൈവമാകുന്ന കർത്താവ് തൻ്റെ പുരോഹിതന്മാരിലൂടെ, തൻ്റെ ന്യായാധിപന്മാരിലൂടെയൊക്കെ ദൈവം നേരിട്ട് ഭരണം ചെയ്തുകൊണ്ടിരുന്നു. ന്യായാധിപന്മാരുടെ പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ അവിടെ കാണാൻ കഴിയും, ന്യായാധിപന്മാരിലൂടെയൊക്കെ ദൈവം ഇടപെട്ടുകൊണ്ടിരുന്നു. പിന്നത്തേതിൽ ശമൂവേലിനെ കർത്താവ് തിരഞ്ഞെടുത്തു. ഹല്ലേലൂയ. എന്നാൽ ശമൂവേലിൻ്റെ കാലവും കഴിഞ്ഞു. ഹല്ലേലൂയ. പിന്നെയും രാജാക്കന്മാരെ തിരഞ്ഞെടുപ്പാനിടയിൽ തീർന്നു. ഹല്ലേലൂയ. അത് രാജാക്കന്മാരെ തിരഞ്ഞെടുപ്പാനിടയായി തീർന്നത് ഇസ്രായേൽ മക്കളുടെ ആവശ്യാർത്ഥമായിരുന്നു. ഇസ്രായേലിന് ലോകപ്രകാരമുള്ള രാജാവിനെ തിരഞ്ഞെടുപ്പാനിടയായി തീർന്നത് ദൈവിക പ്രകാരമല്ല. ഇസ്രായേൽ മക്കളുടെ ലോകപ്രകാരം ഇസ്രായേൽ മക്കൾ പറഞ്ഞു, ദൈവത്തോട് പറഞ്ഞു, ശമൂവേലിനോട് പറഞ്ഞു, ദൈവം നിയമിച്ചിരുന്ന ശമൂവേലിനോട് പറഞ്ഞു. ഹല്ലേലൂയ. ശമൂവേലിനോ തുടർന്ന് ശമൂവേലിന് ശേഷം തുടർന്ന് വന്ന അനന്തരം വന്നവർ, ഹല്ലേലൂയ, ശുശ്രൂഷയ്ക്കായി കടന്നു വന്നവർ ശമൂവേലിന് ശേഷം ശമൂവേലിന്റെ പുത്രന്മാരായിരുന്നു. ഇസ്രായേലിന് ന്യായപാലനം ചെയ്തു വന്നത്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ അവരുടെ ന്യായപാലനം അത്ര ശരിയല്ല എന്ന് ഇസ്രായേൽ മക്കൾ കണ്ടിട്ടാകുന്നു തങ്ങൾക്ക് ലോകപ്രകാരമുള്ളതുപോലെ, ലോകജാതികൾക്കുള്ളതുപോലെ ഒരു രാജാവിനെ വാഴിച്ചു തരണമെന്ന്. ഹല്ലേലൂയ. ഇസ്രായേൽ മക്കൾ ശമൂവേലിനോട് പറയുവാനിടയായിരുന്നു. അങ്ങനെ ശമൂവേൽ ദൈവത്തോട് പറഞ്ഞു. ദൈവം ശമൂവേലിന്റെ വാക്കുകൾ കേട്ട്, ഈ കാര്യം കേട്ട് അങ്ങനെ ഇസ്രായേൽ രാജാവിനെ വാഴിച്ചു കൊടുപ്പാനായിരുന്നു. അങ്ങനെ ശമൂവേൽ ദൈവം വാഴിച്ചു കൊടുത്ത 1ാമത്തെ രാജാവാകുന്നു ശൗൽ രാജാവ്, 1ാമത്തെ ഇസ്രായേലിന്റെ രാജാവ്. ആ രാജാവ് ദൈവഹിത വഴികളിൽ, ദൈവ ഇഷ്ടപ്രകാരം, ദൈവ നിയോഗപ്രകാരം, ദൈവഹിതപ്രകാരം മുൻപോട്ട് പോകണമെന്ന് ദൈവം ശമൂവേലിലൂടെ ശൗലിനോട് ഉപദേശിച്ചിരുന്നു. ഹല്ലേലൂയ. എന്നാൽ ശൗൽ രാജാവ് ദൈവഹിതം പോലുള്ള വഴിയിൽ കുറച്ചൊക്കെ വ്യത്യാസം വന്നപ്പോൾ, മാനുഷികമായതുള്ളത് കൂടെ കുറച്ചൊക്കെ ഇടകലർന്ന നിമിത്തം ശമൂവേലിനെ മാറ്റിയിട്ട് ദൈവം 2ാമത് ദാവീദിനെ എടുക്കുവാനായി തീർന്നു. ഇസ്രായേൽ 2ാമത്തെ രാജാവായിട്ട് നമുക്ക് ആ ചരിത്രമൊക്കെ അറിയാം. ഹല്ലേലൂയ. അപ്രകാരം ഇസ്രായേലിന്റെ 2ാമത്തെ രാജാവാകുന്നു ഹല്ലേലൂയ ശൗല ദാവീദ്. പ്രൈസ് ദി ലോർഡ്. ദാവീദിനെ ശൗലിനെ ദൈവം തെരഞ്ഞെടുത്ത തന്നെയാകുന്നു. ദൈവമാണെന്ന് സെലക്ഷൻ ചെയ്തത് ഇസ്രായേലിന് വേണ്ടി
ചോദിച്ചത് ഇസ്രായേൽ മക്കളെങ്കിലും രാജാവിനെ തെരഞ്ഞെടുത്തത് ദൈവമാണ്. ഹല്ലേലൂയ. ശൗലിനെ തെരഞ്ഞെടുത്തതും ദൈവം, ദാവീദിനെ തെരഞ്ഞെടുത്തതും ദൈവം. ആമേൻ. ഹല്ലേലൂയ. ദൈവം ഇരുവരെയും കണ്ടിരുന്നു കേട്ടോ. ശൗലിനെയും കണ്ടിരുന്നു, ദാവീദിനെയും കണ്ടിരുന്നു. നമ്മളേക്ക് കണ്ടുകൊണ്ടിരിക്കുന്ന ദൈവം ചുമ്മാ ഒന്നുമല്ല. നമ്മൾ വിചാരിക്കുന്നത് അയ്യോ നമ്മളിവിടെ എന്താ കാണുന്നു, നമ്മൾ ആരെ അറിയുന്നു, നമ്മളെ സങ്കടം ആരറിയുന്നു, നമ്മളെ നിലവുകൾ ആരറിയുന്നു, നമ്മളെ വേദന ആരറിയുന്നു, ഭാരം ആരറിയുന്നു, കഷ്ടപ്പാരം ആരറിയുന്നു? കർത്താവ്, നമ്മുടെ കർത്താവ് നമ്മളെ നിലവുകളെ അന്തരന്തരങ്ങളെ ശോധന ചെയ്ത് അറിയുന്നവരാണ് നമ്മുടെ കർത്താവ്. നമ്മളെ ചലനം, നമ്മളെ അമ്മയുടെ ഉദരത്തിൽ ഉരുവായ നാൾ മുതൽ ഹല്ലേലൂയ ഇതുവരെ സകലതും അറിയുന്നവരാണ് നമ്മുടെ കർത്താവ്. അതൊക്കെ രുചിച്ചറിയുന്നവരാണ് നമ്മൾ അറിയുന്നത് എങ്ങനെയാണ്? കാഴ്ചയാലല്ല, വിശ്വാസത്താലാണ്. എന്നാൽ പലരും ലോകത്തിൽ കാഴ്ചയാലുള്ളതാണ് നോക്കിക്കൊണ്ട് നടക്കുന്നത്. നമ്മൾ വിശ്വാസത്താല് ദൈവത്തോട് പറ്റിപ്പിടിച്ച് വന്നവരാണ്. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. അങ്ങനെ ദൈവം തെരഞ്ഞെടുത്തവരാണ് ശൗലും ദാവീദും. അങ്ങനെ രാജാക്കന്മാരെ ഒക്കെ ദൈവം തെരഞ്ഞെടുത്തു. ദൈവം പോലെ ഇവര് രണ്ടുപേരെ ദൈവം തെരഞ്ഞെടുത്തു. പിന്നത്തേതിലും ശലോമോനെ തെരഞ്ഞെടുത്തു, ദാവീദിന് ശേഷം ശലോമോനെ തെരഞ്ഞെടുത്തു, പിന്നെ രഹമയാവിനെ തെരഞ്ഞെടുത്തു. ഇങ്ങനെ രാജാക്കന്മാരെയൊക്കെയും ദൈവം പോലെ തെരഞ്ഞെടുപ്പാനിടയിൽ അതില് രണ്ടാമത്തെ രാജാവായിരിക്കുന്ന ദാവീദാകുന്നു. ആമേൻ. ഈ ദാവീദാകുന്നു ഈ സങ്കീർത്തനം എഴുതിയിരിക്കുന്നത്. ദാവീദിനെ കുറിച്ച് നമുക്ക് ഒത്തിരി അറിയാവുന്ന കാര്യമാണ്. ആമേൻ. നമ്മൾ ഇന്ന് ആദ്യമായിട്ടല്ല ദൈവസന്നിധിയിൽ വരുന്നത്, ആദ്യമായിട്ടല്ല ദൈവവചനവും ദൈവശബ്ദവും ദൈവം കേൾക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ദൈവം എന്തെന്ന് നമുക്ക് ശരിയായി അറിയാം. ആമേൻ. മാതാവ് അവര് കൈ ഉയർത്തി ഇങ്ങനെ സ്തോത്രം പറഞ്ഞുകൊണ്ടിരിക്കണം. അവർക്ക് നന്നായി അറിയാം. മാതാക്കന്മാർക്ക് പ്രത്യേകിച്ച് എല്ലാം അറിയാം. അവർക്ക് അറിഞ്ഞൂടാത്ത ഒരു കാര്യമല്ല. ദൈവഗത രുചിച്ചറിയുന്നതാണ് നമ്മൾ ഓരോരുത്തരും. ദൈവം അല്ലാതെ ഭൂമിയിൽ ആരുമില്ല. അവനാണ് നമുക്ക് വഴിയും വാതിലും എല്ലാം അവൻ തന്നെയാണ്. ആമേൻ. അതറിഞ്ഞ് നമ്മളിന്ന് അല്പമായി അറിയുന്നത്. ഇയ്യോബ് ഒരിക്കൽ പറഞ്ഞത്, കർത്താവേ ഞാൻ നിന്നെ അല്പം അറിയുന്നു, ഞാൻ അല്പം മാത്രം നിന്നെ കുറിച്ച് അറിയുന്നു എന്ന് പറഞ്ഞത്. ഇയ്യോബ് ദൈവത്തോടു കൂടെ പറ്റിപ്പിടിച്ച് നടന്ന മനുഷ്യനായിരുന്നു. ഒരല്പമാണ് ഇപ്പൊ. എന്നാൽ ഒടുവിൽ അയ്യോബിന്റെ കഷ്ടകാലം കഴിഞ്ഞപ്പോൾ കഴിയാറായപ്പോൾ ദൈവം നേരിട്ട് അവന്റെ മുമ്പിൽ വരുവരുടെ തീർന്നു. ഇപ്പോൾ ഞാൻ ഒരല്പം മാത്രമാണ് ദൈവത്തെക്കുറിച്ച് ഞാൻ അറിഞ്ഞത്. പക്ഷെ ഇപ്പൊ കർത്താവിനെ ഞാൻ മുഖാമുഖം കാണുന്നു. ഹല്ലേലൂയ. നമ്മൾ കാണും കേട്ടോ, ദൈവങ്ങളെ കാണും. പ്രത്യാശയോടെ കാത്തിരിക്കണം. ചെതറിപ്പോകരുത്. ശത്രു നമ്മളെ പലപ്പോഴും ചെതറിക്കും. നമ്മൾ ആ മുഖം കാണാതിരിക്കാൻ വേണ്ടി നമ്മൾ കാത്തിരുന്ന് കാന്തന്റെ മുഖം കാണും. പ്രത്യാശയോട് നമ്മൾ കാണും. അതുകൊണ്ട് കാത്തിരിക്കുക. ആമേൻ. അത് നന്നായി അറിഞ്ഞവരാണ് ഈ ഭക്തന്മാര്. ദാവീദ് ദൈവത്തോടുകൂടെ നടന്നൊരു ഭക്തനായിരുന്നു. ഹല്ലേലൂയ. ആമേൻ. ഇസ്രായേൽ രണ്ടാമത്തെ രാജാവിനെ തെരഞ്ഞെടുക്കാൻ നേരത്തിന് ദൈവമാണ് പറഞ്ഞ് യിശായിയുടെ ഭവനത്തിലേക്ക് നീ ചെല്ലണം. ശമൂവേലിനടുത്ത് യിശായിയുടെ ഭവനത്തിലേക്ക് ചെല്ലണം. അവിടെ ഒരുത്തനെ ഞാൻ കണ്ടിരിക്കുന്നത് കർത്താവ് കണ്ടിരിക്കുകയാണ്. ലോകമല്ല കണ്ടത്, ലോകം കണ്ടൊന്നുമില്ല ദാവീദിനെ. ദൈവം കണ്ടു. അതേപോലെ നമ്മളെ കണ്ടിരിക്കുന്നുണ്ട്. നമ്മളെ ഓരോരുത്തരും കണ്ണിങ്ങനെ വെച്ചിരിക്കുകയാണ്. 1, 2, 3, 4, 5. ആമേൻ. കർത്താവ് കണ്ണിലെ കൃഷ്ണമണി വരെ വെച്ചിരിക്കുകയാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. വീഴുവാനോ തളർന്നു പോകാനോ ഒന്നിനും ദൈവം അനുവദിക്കത്തില്ല. നീതിമാനെ കുറിച്ച് കർത്താവ് എന്താ പറഞ്ഞത്? അവൻ 7 പ്രാവശ്യം വീഴുന്നാൽ നിലപരിചാകത്തില്ല. അവൻ നീതിമാനെ, ദൈവത്തിൽ വിശ്വസിക്കുന്നവനെ, ആമേൻ, ഹല്ലേലൂയ, എല്ലാ കഷ്ടത്തിൽ നിന്നും, എല്ലാ ഭാരത്തിൽ നിന്നും, എല്ലാ രോഗത്തിൽ നിന്നും, എല്ലാ ദുരിതത്തിൽ നിന്നും, എല്ലാ വീഴ്ചയിൽ നിന്നും, കണ്ണുനീരിൽ നിന്നും എല്ലാം കർത്താവ് വിടുവിക്കും. ഹല്ലേലൂയ. നീതിമാൻ 7 പ്രാവശ്യം വീണാൽ നിലംപരിചാകത്തില്ലെന്നാണ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ദൈവത്തിൽ വിശ്വസിക്കുന്ന ദൈവമക്കളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. ഹല്ലേലൂയ. ദാവീദിന്റെ ജീവിതത്തിൽ ഒത്തിരി പ്രശ്നങ്ങളുണ്ടായി കേട്ടോ ദൈവങ്ങളെ. എല്ലാവരുടെ ജീവിതത്തിലും ഉണ്ടായി. ആമേൻ. സ്തോത്രം. അവര് എന്തൊക്കെ നമ്മുടെ പ്രശ്നങ്ങളുണ്ടെങ്കിലും, ആമേൻ, നമുക്ക് എത്ര ആൾക്കാരുണ്ടെങ്കിലും ഏറ്റവും
നല്ലതെന്ന് പറയുന്നത് ദൈവത്തിൽ ശരണപ്പെടുക എന്നുള്ളതാണ്. ദാവീദ് ദൈവത്തോടു കൂടെ നടന്നത് കൊണ്ട്, അവൻ പ്രത്യേകിച്ച് ദൈവത്തിൽ ആശ്രയിച്ചതെന്നുകൊണ്ട് ദൈവം അവനെ മുറുകെ പിടിപ്പാനിടയിൽ തീർന്നു. എല്ലാറ്റിനുപരി അവൻ്റെ സഹോദരന്മാരിൽ ആമേൻ ആമേൻ എല്ലാറ്റിനെക്കാളും സഹോദരന്മാരോ ഒത്തിരി മിടുക്കന്മാരായിട്ടുള്ളവരൊക്കെ ഉണ്ട്. എന്നാൽ അവരുടെ മിടുക്കൊന്നുമല്ല ദൈവം നോക്കിയത്. ആമേൻ, ആര് ദൈവത്തോട് കൂടെ കർത്താവിനോട് കൂടെ ഉണ്ട്, ആര് കർത്താവിനെ മുറുകെ പിടിക്കുന്നുണ്ട്, എന്നോട് കൂടി ആര് നടക്കുന്നുണ്ട്, എന്നെ ആര് വിശ്വസിക്കുന്നുണ്ട്, എന്നെ ആര് അനുഗമിക്കുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും എന്നോട് ആര് ഏറ്റു പറയുന്നുണ്ട്, ആമേൻ, അവനാണ് കരുണ ലഭിക്കുന്നത്. കരുണ ലഭിക്കുന്നത് ഏറ്റു പറയുന്നവന് കരുണ ലഭിക്കും. ഓ ആമേൻ, ഹല്ലേലൂയ, ആമേൻ. ലംഘനങ്ങളെ ഏറ്റു പറയുന്നവന് കരുണ ലഭിക്കുമെന്നാണ്. പാപങ്ങളെ ഏറ്റു പറയുന്നവർക്ക് ആമേൻ കരുണ, ദൈവി കരുണ തീരും. ഹല്ലേലൂയ, ആമേൻ. ഇന്ന് പകൽക്കാലത്തിൽ ആമേൻ ഇവിടെ ദാവീദിന്റെ ഒരു ധ്യാനമെന്നാണ് ഇവിടെ ഇതിന്റെ പ്രാരംഭത്തിൽ 32 സങ്കീർത്തനത്തിന്റെ പ്രാരംഭത്തിൽ എഴുതി. ദാവീദിന്റെ ഒരു ധ്യാനം. എന്നാൽ ഈ ഭക്തന്മാരെ കുറിച്ച് നമ്മൾ നോക്കുമ്പോൾ ആമേൻ, അല്ലെങ്കിൽ ആമേൻ, ഉൽപ്പത്തി പുസ്തകം നമ്മൾ നോക്കുമ്പോൾ പലരും ആമേൻ ധ്യാനിക്കുക ദൈവവചനം ധ്യാനിക്കുക എന്നുള്ളത്, ദൈവവചനം വായിക്കുന്നതിലും അപ്പുറം ദൈവവചനം ധ്യാനിക്കുക. നമ്മൾ ധ്യാനിക്കുന്ന സമയമാണ്. പ്രത്യേകാലം നമ്മൾ ഇവിടെ ദൈവവചനം കേൾക്കുകയാണ്. ആമേൻ, ഈ വചനം പിന്നെ നമ്മൾ ധ്യാനിക്കണം. ആമേൻ. ഒരിക്കൽ ഹല്ലേലൂയ, ആമേൻ, അബ്രഹാമിന്റെ പുത്രനായ ഇസഹാക്കിന്റെ ജീവിതത്തിൽ ഇസഹാക്ക് ദൈവവചനം ധ്യാനിക്കുവാൻ വിജനഭൂമിയിലേക്ക് പോയെന്ന് ദൈവവചനം എഴുതിയിരിക്കുകയാണ്. വിജനമായ പ്രദേശത്ത് ഹല്ലേലൂയ ദൈവവചനം ധ്യാനിച്ചുകൊണ്ടിരിക്കുകയാണ്. ആമേൻ. നമ്മൾ ദൈവവചനം ധ്യാനിക്കണം. ദൈവവചനം ധ്യാനിക്കുമ്പോൾ ദൈവവചനം ധ്യാനിക്കുന്നത് എങ്ങനെയാണ്? അത് ആത്മാവിലാണ് ധ്യാനിക്കുന്നത്. അക്ഷരത്താൽ നമ്മൾ അക്ഷരങ്ങൾ വായിച്ച് ദൈവവചനം മനസ്സിലാക്കുന്നുണ്ട് എങ്കിൽ തന്നെയും പിന്നെയും നമ്മൾ ആ ദൈവവചനത്തെ ധ്യാനിക്കണം. അതിൽ ഹൃദയത്തിലേക്ക് സംഗ്രഹിക്കണം, ഹൃദയത്തിലേക്ക് അത് കൊണ്ടുവരണം. നമ്മൾ കൊണ്ടുവന്ന് അതിനെ കുടിയിരുത്തും. ആ ദൈവത്തിൻ്റെ വചനത്തെ, ആ വചനമാണ് നമ്മളെ ജീവിപ്പിക്കുന്നത്, നമ്മളെ നടത്തുന്നത്, നമ്മളെ നയിക്കുന്നത്, നമ്മളെ സൗഖ്യം നൽകുന്നത്, സമാധാനം നൽകുന്നത്, സന്തോഷം നൽകുന്നത്. പിന്നെ നമ്മൾ ആ വചനത്തെ സംഗ്രഹിച്ച് ഹൃദയത്തിനകത്തിൽ കുടിയിരുത്തുമ്പോൾ അതിൻ്റെ ആ വചനം നമ്മളെ എപ്പോഴും നമ്മളെ ഉണർത്തിക്കൊണ്ടിരിക്കും, നമ്മളെ നയിച്ചുകൊണ്ട്, നമ്മളെ അനുഗ്രഹിച്ചുകൊണ്ട്, നമ്മളെ ഉയർത്തിക്കൊണ്ടിരിക്കും. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ആമേൻ, ആമേൻ. ഇവിടെ 32 സങ്കീർത്തനത്തിൻ്റെ ആമേൻ പ്രാരംഭ വചനം ദാവീദ് ഭക്തൻ ഹൃദയംഗമായി പറയാണ്. ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്നാണ് ഇത് പറയുന്നത്. ആമേൻ, ആമേൻ. അവൻ ആത്മാവിൽ പറയുകയാണ്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ലോകക്കാരോടൊന്നും പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. ആമേൻ. ലോകപ്രകാരം പറയുന്ന കാര്യമില്ല എന്ന് മനസ്സിലാക്കിയിട്ടാകുന്നു ദാവീദ് ഭക്തൻ ഇങ്ങനെ പറയുന്നത്. 1-ാമത്തെ വചനം, ലംഘനം ക്ഷമിച്ചും പാപം മറച്ചു കിട്ടിയ മനുഷ്യൻ ഭാഗ്യവാൻ. ലംഘനം ക്ഷമിച്ചും പാപം മറച്ചു കിട്ടിയ മനുഷ്യൻ ഭാഗ്യവാൻ എന്ന് പറയുകയാണ്. ആമേൻ, ഭാഗ്യവാൻ. നമ്മളൊക്കെ ഭാഗ്യവാന്മാരാണ്. നമ്മളെ ലംഘനം ക്ഷമിച്ചപ്പെട്ടവരും പാപം മറയ്ക്കപ്പെട്ടവരുമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ആമേൻ. നമ്മൾ പാപമോചനത്തിനായിട്ടുള്ള നമ്മുടെ ജീവിതത്തിൽ ലംഘനമുണ്ട്, പാപമുണ്ട്. ആമേൻ. പാപമോചനത്തിനായിട്ടുള്ള സ്നാനമേറ്റവരാണ് നമ്മൾ ഓരോരുത്തരും. സ്നാനമേറ്റ ദൈവങ്ങളൊന്ന് കരവർത്തിയാട്ടെ. എത്ര പേർ സ്നാനമേറ്റവർ? ആമേൻ. അമ്പടി സ്നാനമേറ്റ സ്വത്രം സ്നാനം ഏൽക്കണം. അപ്പോഴാണ് നമ്മള് സ്വത്രം നമ്മുടെ ലംഘനം സ്നാനമേറ്റില്ല സമയം സ്നാനം ഏൽക്കണം. സ്നാനം ഏൽക്കുമ്പോഴാണ് നമ്മുടെ ലംഘനം ക്ഷമിക്കുന്നത്, പാപം മോചിക്കപ്പെടുന്നത്. ആമേൻ. യേശുവിന്റെ നാമത്തിൽ സ്നാനമേൽക്കുമ്പോൾ ആമേൻ, 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 സ്നാനമേൽക്കുവാൻ തയ്യാറാകുമ്പോഴാണ് നമ്മുടെ ലംഘനം ക്ഷമിക്കപ്പെടുന്നതും പാപം മോചിക്കപ്പെടുന്നതും. ഹല്ലേലൂയ. അങ്ങനെ സ്നാനമേറ്റ് കരകയറുന്നവർ പാപമോചനം പ്രാപിച്ചവരാണ്. പിന്നെ അവനിൽ മേൽ പാപം വാഴുന്നില്ല. ആമേൻ. കർത്താവിൻ്റെ നാമത്തിൽ പാപങ്ങൾ, നമ്മുടെ മുൻപിലുള്ള പാപങ്ങളെയൊക്കെ കുഴിച്ചിട്ട് നമ്മൾ ജലസ്നാനത്താൽ കഴുകി നിർമ്മല കന്യകയായി ആമേൻ ജലസ്നാനം ഏറ്റ് നമ്മൾ മുൻപോട്ട് വരികയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അങ്ങനെ ലംഘനം, സ്തോത്രം, അങ്ങനെ പാപമോചനം യേശുവിന്റെ നാമത്തിലാണ് പാപമോചനം വന്നത്. പ്രൈസ് ദി ലോർഡ്. പുതിയ നിയമപ്രകാരമാണ് പാപമോചനം വന്നത്. പ്രൈസ് ദി ലോർഡ്.
എന്നാൽ പഴയ നിയമപ്രകാരം വരുമ്പോൾ ആമേൻ 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 ഭക്തൻ ആമേൻ പഴയ നിയമപ്രകാരമാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ആമേൻ ദൈവത്തോട് ഏറ്റു പറഞ്ഞാൽ അവർക്ക് കരുണ ലഭിക്കും, ദയ ലഭിക്കും. ദൈവജനത്തിലൂടെ ഏറ്റു പറഞ്ഞാൽ ഇനി കർത്താവേ ഞാൻ ഇനി ആമേൻ ഈ ഞാൻ ചെയ്തു പോയ പാപങ്ങൾ ഇനി ചെയ്യത്തില്ല, ശാപത്തിൽ നിന്ന് രോഗത്തിൽ നിന്ന് ദുഃഖ ദുരിതങ്ങളിൽ നിന്ന് എന്നെ വിടുവിക്കണമേ, അത് ഗ്രഹിച്ചറിഞ്ഞ് ഭക്തനാണ്. ആമേൻ പാപം ഏറ്റു പറയുന്നവന് ദൈവം കരുണ കാണിക്കും എന്നുള്ളതാണ്. ദൈവം നമ്മുടെ കർത്താവ് കരുണാമയനാണ്. ആ കരുണാമയനായ ദൈവം നമ്മുടെ കർത്താവ് പാപമോചകനാണ്, നമ്മുടെ കർത്താവ് പാപപരിഹാരകനാണ്, ലംഘനങ്ങളെ ക്ഷമിക്കുന്നവനാണ്, പാപം മറച്ച് കൊടുക്കുന്നവനാണ്, പാപം പിന്നെ ഓർക്കാതിരിക്കുന്നവനാണ്. ഹല്ലേലൂയ. ഒരുപാട് സവിശേഷതയാണ് ആമേൻ ഹല്ലേലൂയ നമ്മുടെ കർത്താവ് എന്നുള്ളത്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഇവിടെ പ്രാരംഭത്തിൽ പറഞ്ഞ ലംഘനം ക്ഷമിച്ച് പാപം മറച്ചും കിട്ടിയ മനുഷ്യൻ ഭാഗ്യവാൻ. ഇത് ക്ഷമിച്ചു കൊടുക്കുന്ന ദൈവമാണ് ക്ഷമിച്ചു കൊടുക്കുന്നത്. ദൈവം ക്ഷമിച്ചില്ലെങ്കിൽ ആമേൻ നമ്മൾ ക്ഷമിക്കപ്പെടത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒരിക്കലും ഇങ്ങനെ യേശു ശിഷ്യന്മാരെ അയപ്പാനിടയിൽ തീർന്നു. നിങ്ങൾ എന്നിട്ട് ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ ഒരുവന്റെ കെട്ടിനെ അടിച്ചാൽ സ്വർഗത്തിൽ അടിഞ്ഞിരിക്കും. ഹല്ലേലൂയ. പാപമോചകനാകുന്ന കർത്താവ് അയച്ച ശിഷ്യന്മാരോട് യേശു പറഞ്ഞത്, നിങ്ങൾ ഒരുവന്റെ കെട്ടടിച്ചാൽ കെട്ടഴിഞ്ഞിരിക്കും, ഒരുവനെ കെട്ടിയാൽ കെട്ടപ്പെട്ടിരിക്കും എന്ന് പറയുന്ന സാരാംശം എന്ന് പറയുന്നത്, ഒരുവന്റെ ലംഘനത്തെ ക്ഷമിച്ചാൽ, ഒരുവന്റെ ലംഘനത്തെ പുറത്താൽ, ഒരുവന്റെ പാപത്തെ ക്ഷമിച്ചാൽ സ്വർഗത്തിൽ അത് ക്ഷമിക്കപ്പെട്ടിരിക്കും. ഒരുവന്റെ പാപത്തെയും ശാപത്തെയും ആമേൻ 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 അകൃത്യങ്ങളെ നീ അങ്ങനെ തന്നെ നിലനിർത്തിയാൽ അതങ്ങനെ തന്നെ ഇരിക്കും. ദൈവനിയോഗമാണ്. നിയമിച്ചവനാണ് അവൻ, നിയമിച്ചവന് ആമേൻ അതിന് അധികാരമുള്ളവനാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇവിടെ ഇപ്പോൾ ലംഘനം ക്ഷമിച്ച് പാപം മറച്ചു കിട്ടിയ മനുഷ്യൻ ഭാഗ്യവാൻ. രണ്ടാമത് എഴുതിയ യഹോവ അകൃത്യം കണക്കിടാതെയും ആത്മാവിൽ കപടമില്ലാതിരിക്കുകയും ഇരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. 1-2 ഇങ്ങനെ ഭാഗ്യവാനെ കുറിച്ച് പറയുന്നത്. ഒന്നാം ലംഘനം ക്ഷമിച്ച് പാപം മറച്ചു കിട്ടിയ മനുഷ്യൻ ഭാഗ്യവാൻ. രണ്ടാമത് പറയുന്നത് യഹോവ അകൃത്യം കണക്കിടാതെയും ആത്മാവിൽ കപടമില്ലാതെ ഇരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. നമ്മളൊക്കെ ഭാഗ്യവാന്മാരാണ് കേട്ടോ, ദൗർഭാഗ്യവാന്മാരല്ല. എന്നാൽ ലോകത്തെക്കുറിച്ച് പറഞ്ഞ ലോകം ദൗർഭാഗ്യവരാണ് കേട്ടോ, ഭാഗ്യമില്ലാത്തവരാണ്. പ്രൈസ് ദി ലോർഡ്. അവരുടെ ലംഘനമൊക്കെ ക്ഷമിക്കപ്പെട്ടിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. ആയതുകൊണ്ടാണ് ആമേൻ ലോകത്തോട് ആമേൻ യേശുവിന് മുൻപായി വഴിയൊരുക്കുവാൻ വന്ന യോഹന്നാൻ വന്നിട്ട് അരുവിയിൽ പ്രസംഗിച്ചത്, എല്ലാവരും മാനസാന്തരപ്പെടണമെന്ന്. ഹല്ലേലൂയ. നമ്മൾ മാനസാന്തരപ്പെട്ടവരാണോ? അല്ലയോ? ഉറപ്പായിട്ട് പറയ്, ധൈര്യമായിട്ട് പറയ്. മാനസാന്തരപ്പെട്ടാണ് നമ്മുടെ ജീവിതങ്ങളിൽ മാനസാന്തരം ഉണ്ട്. നമ്മുടെ മുൻപിൽ ഒരുപാട് കാര്യങ്ങൾ മാനസാന്തരപ്പെട്ട നമ്മളെ സ്നാനമേറ്റത്. മാനസാന്തരപ്പെട്ടവർക്കാണ് സ്നാനം. നമ്മളല്ല ഓടി വന്ന് സ്നാനം എടുക്കുകയല്ല, ഹൃദയംഗമായിട്ട് നമ്മൾ ഒരു തീരുമാനം എടുത്തിട്ടാണ് സ്നാനമേൽക്കുന്നത്. ബലാത്കാരമായിട്ട് നിർബന്ധിച്ചോ ഒന്നും അല്ല സ്നാനമേൽപ്പിക്കുന്നത്. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. യോഹന്നാൻ സ്നാനം വന്നവർ, നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി നിങ്ങൾ എല്ലാവരും യേശുവിൻ്റെ നാമത്തിൽ സ്നാനമേൽപ്പേൻ. ഒന്നാമത് യോഹന്നാൻ വന്ന് പറഞ്ഞത് നിങ്ങളുടെ ആമേൻ മാനസാന്തര സ്നാനം, പാപമോചനത്തിനായിട്ടുള്ള സ്നാനം, മാനസാന്തര സ്നാനം, പിന്നെ യേശുവിനോട് കൂടി ചേരുവാൻ സ്നാനം. അങ്ങനെ സ്നാനമേറ്റവർ നമ്മൾ പാപമോചനം പ്രാപിച്ചവരാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇവിടെ പറയുന്നത് അങ്ങനെ പാപമോചനം പ്രാപിച്ചവർ ഭാഗ്യവാന്മാരെന്നാണ് പറയുന്നത്. ലംഘനം ക്ഷമിച്ചു കിട്ടിയവൻ ഭാഗ്യവാൻ എന്ന് പറയാണ്. ആമേൻ. പാപം മറച്ചു കിട്ടിയവൻ ഭാഗ്യവാൻ എന്ന് പറയാണ്. ആത്മാവിൽ കപടമില്ലാതിരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ എന്ന് പറയുകയാണ്. ഏറ്റു പറയുന്നവരാണ് കപടമില്ലാത്തവർ. കപടമുള്ളവർ ഏറ്റു പറയില്ല, ലംഘനത്തെ മറച്ചു വച്ചിരിക്കും. പ്രൈസ് ദി ലോർഡ്. എന്നാൽ മൂന്നാമത് പറയുന്നത്, ഞാൻ മിണ്ടാതിരുന്നപ്പോൾ നിത്യമായ ഞരക്കത്താൽ എൻ്റെ അസ്ഥികൾ ക്ഷയിച്ചു പോയി. പാപമോചനം പ്രാപിക്കാത്തവർ, പാപം ചെയ്തിട്ട് മിണ്ടാതെ നടക്കുന്നവരെ കുറിച്ചുള്ളതാണ്. മിണ്ടാതിരുന്നപ്പോൾ ഞാൻ നിത്യമായ ഞരക്കത്താൽ എൻ്റെ അസ്ഥികൾ ക്ഷയിച്ചു പോയി. ദാവീദിന്റെ ജീവിതത്തിൽ പാപമുണ്ടായി. ആമേൻ. ഹല്ലേലൂയ. എന്നാൽ ഭൂമിയിൽ പറഞ്ഞ സകലരുടെ ജീവിതത്തിലും പാപമുണ്ട്. ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെയുള്ള എല്ലാ ലോകപ്രകാരമുള്ള മനുഷ്യരുടെ ജീവിതത്തിലും വിശുദ്ധനായിരുന്നാലും അശുദ്ധരായിരുന്നാലും ഏത് ആമേൻ കൂട്ടരായിരുന്നാലും പാപമുണ്ട്. പക്ഷേ പാപത്തിൽ നിന്ന് പാപമോചനം പ്രാപിക്കുക എന്നുള്ളതാകുന്നു. എന്നാൽ ആമേൻ വീണ്ടും ജനിക്കുക,
പുതുതായി തീരുക. പാപമോചനം പ്രാപിച്ചവരെയാണ് പുതുതായി ജനിക്കുക എന്ന് പറയുന്നത്. ഹല്ലേലൂയ. മൂന്നാമത് അവിടെ പറയുന്നത്, ഞാൻ മിണ്ടാതിരുന്നപ്പോൾ ആമേൻ നിത്യമായി ജരക്കാത്താൽ എൻ്റെ അസ്ഥികൾ ക്ഷയിച്ചു പോയി. രാവും പകലും ഈ നിന്റെ കൈ, ദൈവത്തിൻ്റെ കൈ ആമേൻ എൻ്റെ മേൽ ഭാരമായിരുന്നു. ആമേൻ. നമ്മൾ പാപം നമ്മുടെ പാപങ്ങളെ കർത്താവിനോട് ഏറ്റു പറയാതെ നമ്മൾ മിണ്ടാതെ കൊണ്ട് നടന്നാൽ നമ്മുടെ അസ്ഥികൾ തന്നെ ക്ഷയിച്ചു പോകും, നമ്മുടെ ശരീരം ക്ഷയിച്ചു പോകും. ആമേൻ. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പാപങ്ങളുണ്ട്, ഒരുപാട് അകൃത്യങ്ങളുണ്ട്, ക്ഷമിക്കപ്പെടാത്ത കാര്യങ്ങൾ നമ്മുടെ കുടികിടക്കുന്നത് കൊണ്ട് ആമേൻ ഹല്ലേലൂയ നമ്മൾ ക്ഷയിച്ചു പോകുമെന്നാണ് പറയുന്നത്. അവിടെ 4 പറയുന്നത്, രാവും പകലും നിന്റെ കൈ എൻ്റെ മേൽ ഭാരമായിരുന്നു, എൻ്റെ മജ്ജ വേനൽക്കാലത്തിലെ ഉഷ്ണത്താൽ എന്ന പോലെ വറ്റിപ്പോയി. നമ്മൾ തോറ്റുപോകുവാനിടയും നമ്മളെ പാപങ്ങളെ നമ്മൾ ദൈവത്തോട് ഏറ്റു പറഞ്ഞില്ലെങ്കിൽ നമ്മൾ തോറ്റുപോകാനിട, നമ്മൾ പരാജയപ്പെടുവാനിട, നമ്മൾ ക്ഷീണിച്ച്, നമ്മൾ അധൈര്യപ്പെട്ട് ബലഹീനരായി ദുഃഖിതരായി നമ്മൾ വീണു പോകാനിടയെത്തിയും. നമ്മൾ ഏറ്റു പറഞ്ഞാൽ നമ്മൾ ജയാളികളാണ് കേട്ടോ, വീരന്മാരായി തീരുകയാണ്. പിന്നെ ഈ കർത്താവ് നമ്മളെ ആമേൻ വീണ്ടെടുത്ത് അവൻ നമ്മളെ മാർവോട് ചേർക്കും. നമ്മളെ വീട്ടിനകത്തൊരു പാത്രത്തിൽ നമ്മൾ ഭക്ഷണം കഴിക്കുകയാണ്. ആമേൻ. വൃത്തിയുള്ള ഒരു പാത്രത്തിലാണ് ഭക്ഷണം കഴിക്കുന്നത്. അത് ഭക്ഷണം കഴിച്ച് ഒക്കെ കഴിയുമ്പോൾ അത് പിന്നെയും നമ്മൾ കഴിച്ചതിൻ്റെ വേസ്റ്റും എല്ലാം കൂടി കൊണ്ട് മലിനമായി തീരുകയാണ്. അതിനെ നമ്മൾ ഉപേക്ഷിക്കുന്നില്ല, അതിനെ പിന്നെയും നമ്മൾ കഴുകി വീണ്ടും ആമേൻ വട്ടമേശയിൽ കൊണ്ടുവന്ന് വയ്ക്കും. പ്രൈസ് ദി ലോർഡ്. ആമേൻ. സ്റ്റീൽ മേശയിൽ ആഹാരപദാർത്ഥം ഒരുക്കി വെച്ചിരുന്നത് പിന്നെയും അതിനെ കൊണ്ടുവയ്ക്കും. അതേപോലെയാണ് നമ്മൾ പലപ്പോഴായി മലിനപ്പെട്ടു, ലോകപ്രകാരമുള്ളതിലൂടെ ഇടപെട്ട് നമ്മൾ മലിനപ്പെട്ടു. പിന്നെയും കർത്താവ് നമ്മളെ കഴുകി വീണ്ടും എടുത്ത് നമ്മളെ വീണ്ടെടുക്കപ്പെട്ടവരാണ്. അതുകൊണ്ടാണ് ഭക്തൻ ഇങ്ങനെ പറഞ്ഞത്, വീണ്ടെടുക്കപ്പെട്ട കൂട്ടാമേ വേഗമുണർന്നു കർത്താവിന്റെ വേല ചെയ്യുവിൻ. ആമേൻ. വീണ്ടെടുക്കപ്പെട്ട കൂട്ടാമേ വേഗമുണർന്നു രക്ഷകന്റെ വേല ചെയ്യുവിൻ. ആമേൻ. അന്ത്യകാലം വന്നെടുത്തു പെന്തക്കോസ്തിൻ ജ്വാലയാണ്. അന്ത്യകാലം വന്നെടുത്തു പെന്തക്കോസ്തിൻ വേലയാണ്. സ്വന്തമോടെ വേല ചെയ്താൽ സ്വന്തം നാട്ടിൽ പോയിടാമേ. സ്വന്തമോടെ വേല ചെയ്താൽ സ്വന്തം നാട്ടിൽ പോയിടാമേ. വീണ്ടെടുക്കപ്പെട്ട കൂട്ടാമേ. വീണ്ടെടുക്കപ്പെട്ടവരാണ് നമ്മൾ. കർത്താവ് കഴുകിയെടുത്ത് ഇവിടെ വച്ചിരിക്കുന്നവരാണ്. യോഗപ്രകാരം നമ്മൾ മലിനമായ പാത്രങ്ങളാണ്, മലിനമായി യോഗ്യതയില്ലാത്ത പോയ പാത്രങ്ങളാണ്. നമ്മളെല്ലാവരെയും കർത്താവിൻ്റെ രക്തത്തിൽ കഴുകി കർത്താവിൻ്റെ മണവാട്ടിയായി ശുഭ്രവസ്ത്ര കന്യകയായി വിശുദ്ധ കന്യയാക്കി തീർത്തു വച്ചിരിക്കുകയാണ്. ഹല്ലേലൂയ. നമ്മൾ വിശുദ്ധ വംശമാണ്. ആമേൻ. വിശുദ്ധ വംശം. ലോകക്കാര് അശുദ്ധ വംശവും വീണ്ടെടുക്കപ്പെട്ടവർ വിശുദ്ധ വംശവും വിശുദ്ധ ജാതി. അതുകൊണ്ടാണ് ഭക്തൻ പാടുന്നത്, എങ്ങനെയാണ് പാടിയത്? യഹോവാ ദൈവമാം വിശുദ്ധ ജാതി നാം അവനവകാശമാം അവൻ ജനം, അവന്റെ അവകാശപ്പെട്ട ജനം, അവൻ അവകാശമുള്ളവരും നമ്മൾ ഓരോരുത്തരും. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ നമ്മൾ തീർന്നവരാണ്. പ്രൈസ് ദി ലോർഡ്. ആയതുകൊണ്ടാണ് ഇവിടെ ആയതിലേക്ക് കടന്നു പോകണമെങ്കിൽ ഇപ്രകാരമൊക്കെ ചെയ്താൽ മാത്രമേ കടന്നു പോകാൻ കഴിയത്തുള്ളൂ. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ ആമേൻ ഒരു പാത്രത്തിനാണെങ്കിൽ, നമ്മൾ ഉപയോഗിക്കുന്ന പാത്രത്തിനാണെങ്കിൽ ആഹാരം ഭക്ഷിക്കുന്ന ബിരിയാണിയോ അല്ലെങ്കിൽ ചോറോ അല്ലെങ്കിൽ പായസമോ എന്തു തന്നെ എത്ര മാധുര്യമേറിയ ആമേൻ പദാർത്ഥങ്ങൾ നമ്മൾ കഴിച്ചാലും പക്ഷെ അത് പിന്നെ കഴുകണം, അത് മലിനമായി തീരും. ആമേൻ. ആമേൻ. കഴുകണം. ആമേൻ. അത് നമുക്കൊരു ലോകപ്രകാരം ഒരു പാത്രമാണെങ്കിൽ നമുക്ക് കഴുകാൻ സാധിക്കും. പക്ഷേ നമ്മുടെ ഹൃദയമെന്ന പാത്രത്തെ ഇപ്രകാരം കഴുകാൻ സാധിക്കും. ഹൃദയമായ പാത്രത്തെ ഒരു തരത്തിൽ നമുക്ക് ലോകത്തിലുള്ള വെള്ളം കൊണ്ട് കഴുകാൻ സാധ്യമല്ല. അത് നമ്മൾ കഴുകേണ്ടത് നമ്മൾ യേശുവിൻ്റെ രക്തം കൊണ്ട് നമ്മളെ കഴുകി, ശരി. പക്ഷെ ഒന്നാമത് നമ്മളെ കഴുകേണ്ടത് നമ്മുടെ ഹൃദയത്തിലുള്ളത് കറകളെ ഏറ്റുപറയണം. ഏറ്റുപറയുമ്പോൾ നമുക്ക് കരുണ ലഭിപ്പാൻ്റെ ദൈവം കരുണാമയനാണ്.
കൃപാലുവാണ്, ദയാലുവാണ്, മനസ്സലിയുള്ളവരാണ്. ആമേൻ. നമ്മുടെ പാപങ്ങളെ ലംഘനയ്ക്ക് ക്ഷമിക്കുന്നവനാണ്, അകൃത്യം ഓർമ്മിക്കുന്നില്ല. ദാവീദ് ഭക്തൻ ഇങ്ങനെ പറയുന്നു, ലംഘനങ്ങളെ ഓർത്താൽ ആർക്ക് നിലനിർത്താൻ കഴിയും കർത്താവ് എന്നത് ദൈവത്തോട് പറയുകയാണ്. നമുക്ക് എത്ര പേർക്ക് പറയാൻ കഴിയും, കർത്താവേ എൻ്റെ പാപങ്ങളെ ഓർക്കരുതേ. നമ്മൾ ദാവീദ് ഭക്തനോടുകൂടെ ചേർന്ന് എൻ്റെ ലംഘനങ്ങളെ ഓർത്താൽ ഞങ്ങൾക്ക് നിലനിൽക്കാൻ കഴിയത്തില്ല കർത്താവേ എന്ന് ഒന്ന് പറഞ്ഞാൽ മതി, ഉടനെ പാപമോചനം ലഭിക്കും. വേറെ ഒന്നും പറയണ്ട. കർത്താവേ എൻ്റെ ലംഘനങ്ങള് അങ്ങ് ഓർത്തു നോക്കിയാൽ, ആമേൻ, ഓർക്കരുതേ. ആമേൻ. കർത്താവ് പറയുന്നത്, നിന്റെ ലംഘനങ്ങൾ ഞാൻ ഓർക്കുന്നില്ല. നിന്റെ പാപം കടുച്ചുവപ്പായിരുന്നാലും ഞാൻ ഹിമം പോലെ വെളുപ്പിക്കുമെന്നാണ് പ്രവാചക പുസ്തകങ്ങൾ എഴുതിയത്. നമ്മുടെ പാപം കടും ചുവപ്പായിരുന്നാലും ഹിമം പോലെ വെളുപ്പിക്കും. ശുഭ്രവസ്ത്രധാരിയാക്കി തീർക്കുന്നവനാണ് നമ്മുടെ കർത്താവ്. ഹല്ലേലൂയ. ആമേൻ. ഇവിടെ ആമേൻ ഏറ്റുപറയുന്ന ഒരു ഭക്തനെയാകുന്നു കാണുന്നത്. ആമേൻ. അതിൻ്റെ 5-ാമത്തെ വചനം ഇപ്രകാരം പറയുന്നു. 32-ാം സങ്കീർത്തനത്തിൻ്റെ 5-ാമത്തെ വചനം ഇപ്രകാരം പറയണം, ഞാൻ എൻ്റെ പാപം നിന്നോട് അറിയിച്ചു. ഹല്ലേലൂയ. ആമേൻ. അറിയിച്ചു. ആമേൻ. ദാവീദ് ഭക്തന്റെ ജീവിതത്തിൽ ഒരു പാപം ഉണ്ടായി കേട്ടോ. അവൻ ദാവീദ് ഭക്തൻ ആമേൻ ദൈവത്തോട് കൂടെ നടന്നൊരു മനുഷ്യനാണ്. ആമേൻ. ഹല്ലേലൂയ. ദൈവഭക്തനാണ്, ദൈവവും കൂടെ ഉണ്ട്. ദൈവത്തോടു കൂടെ ദാവീദോട് കൂടെ ദൈവവും ഉണ്ട്. പക്ഷെ അവൻ്റെ ജീവിതത്തിലും ഒരു കുറ്റം കടന്നു വന്നു. നമ്മുടെ ജീവിതത്തിൽ കുറ്റമില്ലാത്തവരൊന്നും ആരുമില്ല. ആമേൻ. നമ്മുടെ ജീവിതത്തില് ആമേൻ കുറ്റമില്ല എന്ന്, നമ്മുടെ ജീവിതത്തിൽ പാപമില്ല എന്ന് പറയുന്നുവെങ്കിൽ നീതി നമ്മളിൽ ഇല്ലാതെ എന്നാണ്. നമ്മുടെ ജീവിതത്തിൽ പാപമുണ്ട് കർത്താവേ എന്ന് പറഞ്ഞാൽ നമ്മൾ നീതിമാന്മാരായി തീരും. ഹല്ലേലൂയ. നീതിമാന്മാർക്ക് നീതിബോധം ഉള്ളവർക്ക് ആമേൻ പാപത്തെക്കുറിച്ചുള്ള ബോധം ഉണ്ടാകത്തുള്ളൂ. നീതിയില്ലാത്തവർക്ക്, നീതി എന്ന് പറയുന്നത് എന്താണ്? ദൈവത്തിൽ വിശ്വസിക്കുക. നീതിമാനെ കുറിച്ച് എന്താണ് പറയുന്നത്? നീതിമാൻ പല പോലെ തഴയ്ക്കും, ലബനോനിലെ ദേവദാരു പോലെ വളരും. നീതിമാൻ 7 പ്രാവശ്യം വീഴും, ബലം വരെ ജാകത്തില്ല. ആമേൻ. നീതിമാന് കഷ്ടങ്ങൾ അസംഖ്യം, അതിൽ നിന്നെല്ലാം അവന് വിടുവിക്കപ്പെടും. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. എന്നാൽ ആമേൻ നീതിമാന്റെയും ദുഷ്ടന്റെയും ജീവിതത്തിൽ ആമേൻ ദൈവത്തിന്റെ കാറ്റ് വരുമ്പോൾ, കാറ്റ് കടന്നു പോകുമ്പോൾ നീതിമാൻ നിൽക്കും, പന പോലെ ഉറച്ചു നിൽക്കും. ദുഷ്ടന്മാരവിടെ കാണത്തില്ല. ദുഷ്ടന്മാർ എന്ന് പറഞ്ഞാൽ പാപം ഏറ്റു പറയാത്തവരാണ്, പാപമോചനം പ്രാപിക്കാത്തവരാണ് ദുഷ്ടന്മാർ. ഹല്ലേലൂയ. നമ്മൾ പാപമോചനം പ്രാപിച്ചവരാണ്. ഹല്ലേലൂയ. ചുരുക്കം പേരാണ് എങ്കിൽ തന്നെ ഈ പാപമോചനം പ്രാപിച്ചവരാണ്. ഈ പാപമോചനത്തിനായിട്ടാണ് ജലസ്നാനമൊക്കെ വച്ചിരിക്കുന്നത്. ഏറ്റുപറഞ്ഞ് ഹല്ലേലൂയ ഏറ്റുപറയുന്ന കാരണം അവർക്ക് കരുണ ലഭിക്കുമെന്നാണ്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഇവിടെ ആമേൻ 32-ന്റെ 5 വായിക്കുമ്പോൾ, ദൈവവാക്യം ഒന്ന് വായിച്ചാലും, ഞാൻ എൻ്റെ പാപം അറിയിച്ചു, എൻ്റെ അകൃത്യം മറച്ചതുമില്ല. ദാവീദ് പറയാണ്. ദാവീദ് രാജാവാണ്. ആമേൻ. ഇസ്രായേലിന്റെ രാജാവാണ്. ദൈവം നിയമിച്ചു വെച്ചിട്ട് മനുഷ്യനാണ്. ഹല്ലേലൂയ. നമ്മളൊക്കെ ആരാ? ചോട്ടകള്. ആമേൻ. ഇസ്രായേലിനെ ഭരിച്ച രാജാവ്, ദൈവം തിരഞ്ഞെടുത്ത ദൈവത്തോട് കൊടുത്താണ് മനുഷ്യൻ. ആമേൻ. പറയുന്നത് എന്താ? ഇന്ന് ലോകപ്രകാരമുള്ള രാജാക്കന്മാർ എന്താ തീരുമാനിക്കുന്നത്? ഒരുത്തനെ കൊല്ലണമെങ്കിൽ കൊല്ലും. ആമേൻ. ഒരുത്തനെ ജീവിപ്പിക്കണമെങ്കിൽ ജീവിപ്പിക്കും. ആമേൻ. അന്യവന്റെ ഭാര്യയെ അപകരിക്കണമെങ്കിൽ അപകരിക്കും, വിട്ടയക്കണമെങ്കിൽ വിട്ടയക്കും. അകത്ര എല്ലാത്തിനും അവന് ഇതുണ്ട്. എല്ലാത്തിനും എന്തുവേണം ചെയ്യാം. 1000 ഭാര്യമാരെ വയ്ക്കുക, 2000 ഭാര്യമാരെ വയ്ക്കുക, എല്ലാത്തിനും രാജാക്കന്മാർക്ക് അധികാരം. ആമേൻ. ലോകപ്രകാരം രാജാക്കന്മാർക്ക് കഴിയും. പ്രൈസ് ദി ലോർഡ്. ലോകപ്രകാരം എന്ത് ചെയ്യാൻ കഴിയും? ഒരുവനെ രക്ഷിക്കാനും ശിക്ഷിക്കാനും. ലോകപ്രകാരം, ദൈവപ്രകാരമല്ല. ആമേൻ. രാജാവിന് എല്ലാ ബലവും ഉണ്ട്. ആമേൻ. സ്വത്ത് മുഴുവൻ രാജസന്നിധിയിൽ കൊണ്ടുവരണമെന്ന് പറഞ്ഞാൽ കൊണ്ടുവന്നേ പറ്റൂ. രാജകൽപ്പന ബലമുള്ളതാണ്. രാജകൽപ്പന ബലമുള്ളത്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ആമേൻ. അത് ആമേൻ. സ്വതന്ത്രം സഭാപ്രസംഗിയുടെ പുസ്തകം വായിക്കുമ്പോൾ അവിടെ കാണുവാൻ കഴിയും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇവിടെ പറയുന്നത്, ഞാൻ എൻ്റെ പാപം നിന്നോട് അറിയിച്ചു, എൻ്റെ അകൃത്യം മറച്ചതുമില്ല. ഭക്തൻ പറയണേ, എൻ്റെ ലംഘനങ്ങളെ ഞാൻ യഹോവയുടെ ഏറ്റുപറയുമെന്ന് ഞാൻ പറഞ്ഞു. ഹല്ലേലൂയ. ഭക്തൻ പറയാണ്, അപ്പോൾ നീ എൻ്റെ പാപത്തിന്റെ കുറ്റം ക്ഷമിച്ചു തന്നു. ഹല്ലേലൂയ.
പിന്നെ പറയണ ഇത് നിമിത്തം ആമേൻ ഓരോ ഭക്തനും കണ്ടെത്താകുന്ന കാലത്ത് നിന്നോട് പ്രാർത്ഥിക്കും. പെരുവെള്ളം കവിഞ്ഞു വരുമ്പോൾ അത് നിന്റെ അടുക്കലോളം എത്തുകയില്ല. പാപം ഏറ്റു പറയുന്നതിൻ്റെ ജീവിതത്തിൽ പ്രതികൂലങ്ങളൊന്നും അടുത്തു വരികയില്ല. പറയാത്തവന്റെ ജീവിതത്തിൽ പ്രതികൂലം അടുത്തു വരും. പെരുവെള്ളം കവിഞ്ഞു വരും, പ്രതിസന്ധി കവിഞ്ഞു വരും, രോഗം, ഭാരം, വേദനകൾ, കണ്ണുനീരിന്റെ അനുഭവങ്ങൾ കവിഞ്ഞു വരും. എന്നാൽ ഏറ്റു പറഞ്ഞിരിക്കുന്നവന്റെ ജീവിതത്തിൽ അടുത്തു വരത്തില്ല. അത് വഴിമാറി അങ്ങ് പോകും. ആമേൻ. ദൈവമകന്റെ മേല് അടുക്കൽ ശത്രു ഉരുട്ടിക്കൊണ്ടുവരുന്ന പ്രതികൂലങ്ങളൊക്കെ വഴിമാറി പോകും. ഹല്ലേലൂയ. ശത്രു പലതരത്തിലുള്ള കല്ലുകളെ ഉരുട്ടിക്കൊണ്ടുവരും ദൈവമക്കളെ പുറത്തിടാൻ വേണ്ടി, വേദനിപ്പിക്കാൻ വേണ്ടി. ഹല്ലേലൂയ. എന്നാൽ നമ്മൾ ഏറ്റു പറയുന്നവരാണെങ്കിൽ നമ്മളതിൽ നിന്ന് വിമോചനം പ്രാപിക്കും. ആമേൻ. ഇവിടെ ഭക്തൻ പറയുന്നത് ആമേൻ പാപത്തിന്റെ കുറ്റം ക്ഷമിച്ചു തന്നു. ആമേൻ. ഏറ്റു പറഞ്ഞപ്പോൾ കർത്താവ് ക്ഷമിച്ചു തന്നു. ഹല്ലേലൂയ. ഇത് നിമിത്തം ഓരോ ഭക്തനും കണ്ടെത്താവുന്ന കാലത്ത് നിന്നോട് പ്രാർത്ഥിക്കും. പെരുവെള്ളം കവിഞ്ഞു വരുമ്പോൾ അത് നിന്റെ അടുക്കൽ എത്തുകയില്ലെന്നാണ് ഭക്തൻ പറയുന്നത്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. പ്രൈസ് ഗോഡ്. ശാന്താരവ. യേശുവേ സ്തോത്രം. Praise the Lord. Hallelujah. Shantara. Oh, Ripalaba Shantaradara. Hallelujah. Mana Shantaradara. യേശുവിന്റെ നാമത്തിൽ ആമേൻ. സോദരൻ. Praise the Lord. ആമേൻ. കർത്താവിന്റെ നാമത്തിന് പിന്നെയും മഹത്വം ഉണ്ടാകട്ടെ. ഹല്ലേലൂയ. സങ്കീർത്തന പുസ്തകം 51:3 ഒരാൾ വായിച്ചാലും, സങ്കീർത്തന പുസ്തകം 51:3. എന്റെ ലംഘനങ്ങളെ ഞാൻ അറിയുന്നു, എന്റെ ലംഘനങ്ങളെ ഞാൻ അറിയുന്നു, എന്റെ പാപം എപ്പോഴും എന്റെ മുമ്പിലിരിക്കുന്നു. നിന്നോട് തന്നെ ഞാൻ പാപം, നിന്നോടല്ലോ ഞാൻ പാപം ചെയ്തത്, നിനക്കനിഷ്ടമായുള്ളത് ഞാൻ ചെയ്തിരിക്കുന്നു. സംസാരിക്കുമ്പോൾ നീ നീതിമാനായും വിധിക്കുമ്പോൾ നിർമ്മലനായിരിക്കേണ്ടതിന് തന്നെ. ആമേൻ. മതി. ഹല്ലേലൂയ. ആമേൻ. എൻ്റെ ലംഘനങ്ങളെ ഞാൻ അറിയുന്നു, എൻ്റെ പാപം എപ്പോഴും എൻ്റെ മുമ്പിൽ ഇരിക്കുന്നു. നമ്മളെ പാപം നമ്മുടെ മുമ്പിൽ വെച്ചുകൊണ്ട് നമ്മുടെ നടന്നാൽ ശുഭം വരത്തില്ല. ഭക്തനോട് കൂടെ ചേർന്ന് ഏറ്റു പറയുക. കർത്താവിൻ്റെ കാരണം നമുക്ക് ലഭിക്കാനായിട്ട് നമ്മൾ ഏത് പാപനിമിത്തമാണ് ഹല്ലേലൂയ എന്ത് വരുന്നത്? രോഗം വരുന്നത്. ഏറ്റു പറയാതിരിക്കുന്നാൽ നമ്മളത് കൂടുതൽ ഛേദപ്പെടും.
ഹല്ലേലൂയ. പാപം എവിടെ നിന്ന് വരുന്നു? സാത്താനിൽ നിന്നാണ് വരുന്നത്. പാപം സാത്താനിൽ നിന്ന് വരുന്നു. ആമേൻ. പാപം എങ്ങനെ വരുന്നു എന്ന് ചോദിച്ചാല് സാത്താനിൽ നിന്ന് ഒന്നാമത് വരുന്നതാണ് മോഹം. മോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു. പാപം കൊഴുത്തിട്ട് രോഗിയായി തീരുന്നു. രോഗം കൊഴുത്തിട്ട് മരണത്തിലേക്ക് ചെല്ലുന്നു. ഹല്ലേലൂയ. നമ്മള് ഇങ്ങനെ അത് ഛേദപ്പെടുവാനിടയിൽ തീരും. മരണം ഛേദപ്പെടുകയാണ്. ലോകത്തില് ദൈവം നമ്മളെ ആയുസ്സോടെ ആരോഗ്യത്തോടെ കൂടെ ജീവിക്കുവാൻ വേണ്ടി വെച്ചിരിക്കുകയാണ്. ആമേൻ. അത് സ്വതന്ത്രം. നമ്മള് ഈ ലോകത്തില് പാപത്തെ ഏറ്റുപറഞ്ഞാൽ നമ്മള് ഛേദപ്പെടാതെ, മരണത്തിലേക്ക് നയിക്കപ്പെടാതെ, പാപമോചനം പ്രാപിച്ച് രോഗത്തിൽ നിന്ന് വിടുതൽ പ്രാപിച്ച് നമ്മൾ പിന്നെയും ഉയർത്തി ജീവിക്കാനിടയിൽ തീരും. ആയതുകൊണ്ടാകുന്നു പ്രൈസ് ദി ലോർഡ്, ഞാൻ ഏറ്റുപറയും, എൻ്റെ ലംഘനങ്ങളെ ഞാൻ അറിയുന്നു, എൻ്റെ പാപം എപ്പോഴും എൻ്റെ മുമ്പിൽ ഇരിക്കുന്നു. ഭക്തരോടുകൂടെ നമ്മൾ ഏറ്റു പറയണം. ദൈവമക്കളെ, ഏറ്റു പറയുമ്പോൾ നമുക്ക് കരുണ ലഭിക്കും എന്നാണ്. വേഗത്തിൽ 1-2 വചനങ്ങൾ വേഗത്തിൽ വായിച്ചങ്ങ് വേഗത്തിൽ വിരാം കൊടുക്കാൻ. ഇത് പറയാൻ നിന്ന ഒരുപാടുണ്ട്, അതുകൊണ്ട് പറഞ്ഞ് അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല. പ്രൈസ് ദി ലോർഡ്. വേഗത്തിൽ അങ്ങ് വായിച്ച് വേഗത്തിൽ വിരാമം കൊടുക്കാൻ ആഗ്രഹിക്കുന്നു. സങ്കീർത്തന പുസ്തകം ഹല്ലേലൂയ 38:18 വായിച്ചാലും മൈക്കിൽ കൂടെ യഹോവേ ക്രോധത്തോടെ എന്നെ ശിക്ഷിക്കരുതേ, ഉഗ്രനീരസത്തോടുകൂടെ എന്നെ ദണ്ഡിപ്പിക്കരുതേ. മതി. സ്തോത്രം. അത് ഈ പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഒരു മനുഷ്യൻ പാപം ഏറ്റു പറയാതെ നടക്കുന്ന ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ആണെങ്കിൽ ആമേൻ വായിച്ചെന്താണ്? കോപത്തോടെ ആമേൻ ഏറ്റു പറയാത്ത ജീവിതത്തില് കോപിക്കും. ദൈവം കോപിക്കും. ഏറ്റു പറയുന്നവനോട് കരുണ കാണിക്കും, ഏറ്റു പറയാത്തവനെ കോപിക്കും. പാപം ചെയ്തിട്ട് അത് പാവപ്രവൃത്തി നീതി പ്രവൃത്തി പോലെ പറഞ്ഞുകൊണ്ട് നടന്നാൽ, ഞാൻ ആരെയും ഒന്നും ചെയ്തിട്ടില്ല, ആരെയും ദോഷപ്പെടുത്തിയിട്ടില്ല, ആരുടെ കുടുംബത്തിന് നേരെയും ആരുടെ കുഞ്ഞുങ്ങൾക്ക് നേരെയും ആരുടെ വസ്തുവകൾക്ക് വിരോധമായിട്ട് ഞാനൊന്നും പ്രവർത്തിച്ചിട്ടില്ല എന്ന് നടന്നാൽ അത് മോചിപ്പിക്കപ്പെടുന്നില്ല. നേരെ മറിച്ച് അത് പാപബോധം ഉണ്ടായിരിക്കണം. എപ്പോഴും പാപബോധം ഉണ്ടായി. എന്താ ദേവാസി വായിച്ചത്? അത് ഒന്നുകൂടെ വായിച്ചാലും. യഹോവേ ക്രോധത്തോടെ എന്നെ ശിക്ഷിക്കരുതേ, ദൈവം അവിടെ പറയുന്നതാണ്, ദൈവം കോപിക്കരുത് എന്ന്. കോപിച്ച് ദണ്ഡിപ്പിക്കുക. ദൈവം കോപിക്കുകയും ഉഗ്രധീരസ്വം നമ്മളോട് കാണിച്ചാലും നമ്മൾ പൊടിഞ്ഞു പോകും. ആയുസൊക്കെ അങ്ങ് കുറയും, ആരോഗ്യം കുറയും, രോഗിയായി പെട്ടെന്ന് അങ്ങ് വരും. മറ്റത് രോഗിയായാൽ ഏറ്റുപറയുന്നവർക്ക് രോഗിയായോ ഭാരപ്പെട്ടോ എന്ത് തന്നെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായാലും അതിന് മോചനമുണ്ട്, പരിഹാരമുണ്ട്. യേശു പാപമോചകനും പാപപരിഹാരകനുമാകുന്നു. ഹല്ലേലൂയ. അവന്റെ നാമം നിത്യരക്ഷയുണ്ട്. അവൻ നിത്യനാണ്. ഹല്ലേലൂയ. വേഗത്തിൽ നമുക്ക് വിരാമം കൊടുക്കാം. പ്രൈസ് ദി ലോർഡ്. 1-2 വചനങ്ങളോട് വേഗത്തിൽ പറഞ്ഞ് അവസാനിപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇയ്യോബിന്റെ പുസ്തകം 33:27 മുതൽ ചില വചനം വായിച്ചാട്ടെ ദേവസിയെ. പ്രൈസ് ദി ലോർഡ്. എങ്കിലോ ഇയ്യോബേ എന്റെ ഭാഷണം കേട്ടുകൊള്ളുക, എന്റെ സകല വാക്കുകളും ശ്രദ്ധിച്ചുകൊള്ളുക. എന്താ? എന്റെ സകല വാക്കുകളും ശ്രദ്ധിച്ചുകൊള്ളുക. ഇതാ ഞാൻ ഇപ്പോൾ വായ് തുറക്കുന്നു, എന്റെ വായിൽ നിന്ന് നാവ് സംസാരിക്കുന്നു. എന്റെ വചനങ്ങൾ എന്റെ ഉള്ളിലെ നേർ ഉച്ചരിക്കും. കുറച്ച് ഗ്യാപ്പിട്ട് വായിക്കുക. മൈക്കിന്റെ അല്പം മാറി കേൾക്കുന്നില്ല. എന്റെ വചനങ്ങൾ എന്റെ ഉള്ളിലെ നേർ ഉച്ചരിക്കും. നോക്കിക്കേ, അതാണ് പറഞ്ഞത്. യോ പറയുന്നത്, എന്റെ ഉള്ളിലെ വചനങ്ങൾ നേരി ഉച്ചരിക്കും. നേരില്ലാതെ പോയാൽ ദൈവം ക്ഷമിക്കത്തില്ല. നേരോടെ പറഞ്ഞാൽ, നേരെ കർത്താവേ ഞാൻ പാപം ചെയ്തു പോയി, ഞാൻ ഇന്നവർക്ക് ഇന്ന രീതിയിൽ ഇന്നതൊക്കെ ചെയ്തു പോയി, ക്ഷമിക്കണമേ. നേരുള്ളവന് ഒരു നന്മയ്ക്കും കുറവ് വരത്തില്ല, ഒരു വിടതലിന് ഒരു കുറവ് വരത്തില്ല, രക്ഷയ്ക്ക് കുറവ് വരത്തില്ല, അനുഗ്രഹത്തിന് കുറവ് വരത്തില്ല. നേരുള്ളവൻ ദേശത്ത് പാർക്കും. നേരുള്ളവരുടെ തലമുറ അനുഗ്രഹിക്കപ്പെടും. ആമേൻ. യോ പറയാണ്, ഞാൻ നേര്, എൻ്റെ ഹൃദയത്തിൽ നിന്റെ വചനം നേര് തന്നെ പറയുക.
എനിക്ക് വളഞ്ഞ വഴിയൊന്നും എനിക്കിഷ്ടമല്ല. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആമേൻ. ഒന്നിട്ട് വചനങ്ങൾ വായിച്ച് വേഗത്തിൽ വരാൻ കൊടുക്കണം. അങ്ങനെ സദൃശവാക്യങ്ങളുടെ പുസ്തകം ആമേൻ അത് ഒന്നുകൂടി അങ്ങോട്ട് 27 മുതൽ വായിച്ചാലും വായിച്ച ഭാഗം. എങ്കിലോ ഇയ്യോബേ, എന്റെ ഭാഷണം കേട്ടുകൊള്ളുക, എന്റെ ഭാഷണം കേട്ടുകൊള്ളുക, എന്റെ സകല വാക്കുകളും ശ്രദ്ധിച്ചുകൊള്ളുക. ഇതാ ഞാൻ ഇപ്പോൾ എന്റെ വായ് തുറക്കുന്നു, എന്റെ വായിൽ എന്റെ നാവ് സംസാരിക്കുന്നു. എന്റെ വചനങ്ങൾ എന്റെ ഉള്ളിലെ നേർ ഉച്ചരിക്കും. എന്റെ അധരങ്ങൾ അറിയുന്നത് അവ പരമാർത്ഥമായി പ്രസ്താവിക്കും. മതി. സ്തോത്രം. അവിടെ പറയുന്നത് ദാവീദ് ഇയ്യോബ് ദൈവത്തോട് നടന്ന മനുഷ്യനാണ്. ദൈവത്തെ മറച്ചിട്ട് ഒന്നും ചെയ്തിട്ടില്ല. അവനെല്ലാം ഏറ്റു പറഞ്ഞോടെ നടന്നു. അതുകൊണ്ട് അവന് പരിഹാരം വന്നു. അവൻ്റെ ജീവിതത്തിൽ, ഇയ്യോബിൻ്റെ ജീവിതത്തിൽ വന്നിട്ടുള്ള കഷ്ടപ്പാടൊക്കെ നമുക്ക് കേട്ട് അറിയാമല്ലോ. അല്ലെങ്കിൽ ഒരുപാട് തകർക്കപ്പെട്ടവനാണ്. പിശാചും ദൈവമായിട്ടുള്ള വടംവലിയിൽ വടംവലിച്ച് പിശാച് വലിച്ചു നോക്കി. അങ്ങനെ സാത്താൻ നിമിത്തം പരാജയം ഇയ്യോബിന്റെ ജീവിതത്തിൽ ഒരുപാട് കഷ്ടങ്ങൾ വന്നു. എന്നാൽ സത്യ നമസ്കാരിയായിരുന്നതുകൊണ്ട് ഇയ്യോബ് അവൻ സകലത്തിലും അവൻ്റെ ഹൃദയത്തിൽ നേര് തന്നെ പ്രവർത്തിച്ചു. ഒന്നിനാലും അവൻ നേരല്ലാതെ പ്രവർത്തിച്ചില്ല. ആയതുകൊണ്ട് അവൻ വിടുവിക്കപ്പെട്ടു എന്നാകുന്നു. ഈശ്വരനോട് അതിൻ്റെ മുന്നോട്ട് പറയാൻ ആഗ്രഹിക്കുന്നത്. തുടർന്നൊരു വചനം കൂടി വായിച്ചാലും സദൃശവാക്യങ്ങളുടെ പുസ്തകം 28-ാം അധ്യായം അതിൻ്റെ 13 വായിച്ചാലും. ഓടിക്കാതെ 28-ന്റെ സദൃശവാക്യം 28-13. തന്റെ ലംഘനങ്ങളെ മറയ്ക്കുന്നവന് ശുഭം വരികയില്ല. തന്റെ ലംഘനങ്ങളെ ക്ഷമിക്കുന്നവന് ലംഘനങ്ങളെ മറയ്ക്കുന്നവന് ശുഭം വരത്തില്ല. കാരണം ദൈവത്തിന്റെ കരുണ നമുക്കിപ്പോഴും നമ്മൾ കരുണ ലഭിച്ചവരാണ്. നമ്മളെപ്പോഴും അത് നമ്മൾ ഓർമ്മ വേണം. ഓർമ്മിച്ച് നമ്മൾ നടക്കണം. കരുണയ്ക്ക് വേണ്ടി പിന്നെയും അപേക്ഷിച്ചുകൊണ്ടിരിക്കണം. നമ്മൾ കർത്താവ് പറഞ്ഞതാണ്, നിങ്ങൾ ഇടപെടാതെ പ്രാർത്ഥിപ്പീൻ. പ്രാർത്ഥനയിൽ എപ്പോഴും കരുണയ്ക്ക് വേണ്ടി. കർത്താവ് യേശുവിനെ അനുഗമിച്ചവര് കരുണ ലഭിച്ചു. ഒരു കുഷ്ഠരോഗി വന്നു, കുരുടൻ വന്നു, കർത്താവ് കരുണ ഉണ്ടാകണേ എന്ന് പറഞ്ഞു. കരുണ ലഭിച്ചു. ചിലരെന്ന് പറഞ്ഞു മനസ്സലിയണേ കർത്താവ് എന്ന് പറഞ്ഞു. അവർക്ക് മനസ്സലിവ് ലഭിച്ചു. കർത്താവ് ദയ ഉണ്ടാകണേ എന്ന് പറഞ്ഞു. കർത്താവിൽ നിന്ന് ദയ ലഭിച്ചു. യേശു പറഞ്ഞു, ഞാൻ നിന്റെ പാപത്തെ ക്ഷമിച്ചു തന്നിരിക്കുന്നു. പാപമോചനം നിനക്ക് നൽകിയിരിക്കുന്നു. എല്ലാറ്റിനും അധികാരമുള്ള നമ്മുടെ കർത്താവ്, അവൻ്റെ സന്നിധിയിലാണ് നമ്മൾ കൂടി വന്നത്. വേഗത്തിൽ 2 വചനം കൂടി വായിച്ചാൽ വേഗത്തിൽ വരാൻ കൊടുക്കാൻ ആഗ്രഹിക്കുകയാണ്. ലൂക്കോസ് സുവിശേഷം 15-ാം അധ്യായം അതിന് 18 മുതൽ ചില വചനം വായിച്ചാട്ടെ. ലൂക്കോസ് 15:18. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാൻ എഴുന്നേറ്റ് അപ്പന്റെ അടുക്കൽ ചെന്ന് അവനോട് അപ്പാ, ഞാൻ നിന്നോടും സ്വർഗത്തോടും നിന്നോടും പാപം ചെയ്തിരിക്കുന്നു. യോഗ്യല്ല. മതി. സ്വോത്രം. ഒരു പാപമോചകൻ, അവിടെ ഒരു മകൻ പാപമോചനം പ്രാപിക്കുകയാണ്. നമുക്ക് എല്ലാവർക്കും ലൂക്കോസ് സുവിശേഷത്തിലൂടെ നമ്മൾ വായിക്കുമ്പോൾ പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ആമേൻ, ഒരു അപ്പൻ 2 പുത്രന്മാരുണ്ടായിരുന്നു. അതിൽ ഒരു പുത്രൻ അപ്പനുള്ളതൊക്കെയും വാങ്ങി. ആമേൻ. അപ്പനോടുകൂടെ നടക്കുവാൻ മനസ്സില്ലാതെ അപ്പനോടുകൂടെ തനിക്കുള്ള അവകാശത്തെ വാങ്ങി ദൂരദേശത്തേക്ക് പോയി. ദൂരദേശത്തേക്ക് ചെന്ന് തൻ്റെ ചാർച്ചക്കാരുമായി അടിച്ചു പൊളിച്ച് ജീവിച്ചു, സുഖമായി ജീവിച്ചു. എന്നാൽ ദീർഘനാൾ പോകുന്നതിന് മുമ്പ് എല്ലാം നഷ്ടമായി തീർത്തു. ഹല്ലേലൂയ. എന്നാൽ ഒരു മകനോ തൻ്റെ അപ്പനോട് പറ്റിച്ചേർന്ന് നിന്നു. എല്ലാവരും കുടിയനായ ഒരു പുത്രൻ്റെ ആ പുസ്തകം ആകാമത്ത് നമ്മൾ വായിക്കുമ്പോൾ 2 പുത്രന്മാരുണ്ടായിരുന്നു. നമുക്കറിയാവുന്ന കാര്യമാണ്. ഹല്ലേലൂയ. എന്നാൽ തൻ്റെ ആദ്യജാതനാകുന്ന തൻ്റെ പുത്രൻ തനിക്ക് ലഭിക്കുവാനുള്ളതെല്ലാം വാങ്ങി ദൂരദേശത്തേക്ക് പോയി. എല്ലാം അവൻ നഷ്ടപ്പെടുത്തി. അവൻ തൻ്റെ അപ്പനെയും തൻ്റെ ദൈവത്തെയും തിരിച്ചറിഞ്ഞ് അനുഗമിച്ച് മടങ്ങി വന്ന് അവൻ പറയുകയാണ്. വായിച്ച ഭാഗം ഒന്നുകൂടി വായിച്ചാൽ ദിവസേ. അപ്പൻ്റെ അടുക്കിലേക്ക്
ഞാൻ എഴുന്നേറ്റ് അപ്പന്റെ അടുക്കൽ ചെന്ന് അവൻ അനുതപിച്ച് പറയുകയാണ്. ഞാൻ എഴുന്നേറ്റ് അപ്പന്റെ അടുക്കൽ ചെന്ന് അവനോട് അപ്പാ ഞാൻ സ്വർഗത്തോടും നിന്നോടും പാപം ചെയ്തിരിക്കുന്നു. ആമേൻ. മതി. സ്വർഗത്തോടും അപ്പനോടും നമുക്കിത് പകൽക്കാലത്തിലേക്ക് വിരാമം കൊടുക്കുകയാണ്. സ്വർഗത്തോടും അപ്പനോടും, സ്വർഗത്തിൽ ദൈവത്തോടും അപ്പനോടും പാപം ചെയ്തിരിക്കുന്നു. ഇത്രയും മതി. പാപമോചനം ലഭിച്ചു, പാപത്തിന് പരിഹാരം വന്നു. അവൻ ഇപ്രകാരം മടങ്ങി വന്ന മകനെ അപ്പൻ ഉത്സവ സമാനമായിട്ടാണ് സ്വീകരിച്ചത്. ആ മകൻ മടങ്ങി വന്നപ്പോൾ വലിയ ഉത്സവം ഉണ്ടായി. ആ കുടുംബത്തിൽ വലിയൊരു ആഘോഷമുണ്ടായി. ആ കുടുംബത്തില് മടങ്ങി വന്ന മകനെ ചേർക്കുവാൻ വേണ്ടി കാളക്കുട്ടിയെ അറുത്തു, ആടുമാടുകളെ അറുത്തു. നൃത്തഘോഷത്തോടുകൂടെ മകനെ സ്വീകരിപ്പാനിടയായി. അവന് പുതിയ ചെരുപ്പിട്ടു, പുതിയ വസ്ത്രം ധരിപ്പിച്ചു. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലത്തില് മടങ്ങി വരുന്നവനെ ചേർക്കുന്ന ഒരു കർത്താവാണ് നമ്മുടെ കർത്താവ്. അവന് കർത്താവിൻ്റെ ഇഷ്ടം എന്ന ഒരു പാപിയും നശിച്ചു പോകരുത് എന്നാകുന്നു. പാപി നശിച്ചു പോകും, പക്ഷേ പാപങ്ങളെ ഏറ്റുപറയുന്നവന് കരുണ ലഭിക്കും എന്നുള്ളതാകുന്നു ദൈവത്തിൻ്റെ വചനം. ഇന്ന് പാപമോചനം പ്രാപിച്ച മക്കളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ് എല്ലാവരും. കർത്താവെ എല്ലാം ഓർത്തുകൊണ്ട് നാളുകളിൽ കർത്താവിൻ്റെ വചനം രുചിച്ചറിഞ്ഞുകൊണ്ട് ആമേൻ പാപങ്ങളൊക്കെയും മോചിക്കപ്പെട്ടവരായി ഉയർത്തി ജീവിപ്പാൻ എല്ലാവരും സഹായിക്കണമേ. ഈ പകൽക്കാലത്തിലേക്ക് കടന്നു വന്ന മുഴുവൻ പേരെയും പ്രത്യേകം അനുഗ്രഹിച്ചാലും അപ്പ അവരുടെ ജീവിതത്തിലുള്ള എല്ലാ ക്ലേശങ്ങളും മാറിയാലും എല്ലാം മാറിപ്പോകട്ടെ അപ്പ. അങ്ങയുടെ നാമത്തിൽ വിടുവിക്കപ്പെടാത്ത ഒരു വിഷയവും ഇല്ലല്ലോ കർത്താവേ. എല്ലാവരെയും അങ്ങ് വിടുവിച്ചയക്കണമേ സ്വർഗത്തിൽ ദൈവമേ. എല്ലാവരുടെ ജീവിതത്തിൽ നിന്ന് പാപങ്ങൾ മാറിപ്പോകട്ടെ, ശാപങ്ങൾ മാറിപ്പോകട്ടെ, രോഗങ്ങൾ മാറിപ്പോകട്ടെ, ലംഘനങ്ങൾ മാറിപ്പോകട്ടെ. അതെയപ്പ അകൃത്യങ്ങളെ ഓർമ്മ വെച്ചാൽ ആർക്ക് നിലനിൽക്കാൻ കഴിയും? ഇത് നിമിത്തം കണ്ടെത്താവുന്നത് ആ കാലത്തിൽ ആമേൻ കർത്താവിനോട് ഏറ്റുപറയുക. പ്രൈസ് ദി ലോർഡ്. എന്നാൽ കർത്താവിൻ്റെ പ്രസാദ വർഷം നിനക്കുണ്ടാകും, കാരണം അവന് ലഭിക്കും. പെരുവെള്ളം കവിഞ്ഞു വരുമ്പോൾ അത് നിന്നെ മൂടി കളയത്തില്ല. തീച്ചൂള നിന്റെ നേരെ വരും, അത് നിന്നെ ദഹിപ്പിച്ച് കളയത്തില്ല. ഇന്ന് പകൽക്കാലത്തിൽ ശബ്ദം കേട്ട ദൈവമക്കളെ ഒന്നുകൂടെ അനുഗ്രഹിച്ചാലും, ദേശത്തെ അനുഗ്രഹിച്ചാലും, മുഴുവൻ പേരെ അനുഗ്രഹിച്ചാലും, അങ്ങനെ ഞങ്ങളെ കാത്തു സൂക്ഷിച്ചാലും മാനവും പകത്തും പൂഴ്ച എല്ലാം അങ്ങേക്ക് തരുന്നു.